നമസ്കാരം സുഹൃത്തുക്കളെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സുകൾ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഏതൊരു മെത്തേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ പ്രധാനപ്പെട്ട് കാണുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഡിഫറെൻറ്റ് ഫേസസ്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫേസ് എന്ന് പറയുന്നത് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറയുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഷോപ്പിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ ഓടിപ്പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അതിനു മുമ്പ് നിങ്ങൾ ആ ഷോപ്പിൽ എന്താണ് നടക്കുന്നത്, ആ ഷോപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തെന്നിരിക്കും. നിങ്ങൾ ഒരു ദിവസം പോയി ഷോപ്പിൽ പോയി ഇരുന്നാൽ ഷോപ്പിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ദിവസങ്ങളോളം അവിടെ പോകേണ്ടി വരും, അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിക്കേണ്ടി വരും, അവിടുത്തെ പല പല ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, പല പ്രിന്റ് ഔട്ട്സ് നോക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ എടുത്തിട്ടാണ് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതായത് ക്ലയന്റ് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള കാര്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവിടുത്തെ സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഈ റിക്വയർമെന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. ഈ ഡോക്യുമെന്റിൻ്റെ അകത്ത് ഉണ്ടാകും എന്തൊക്കെയാണ് ക്ലയന്റിന് വേണ്ടതെന്നുള്ളത്. ഇത് ഒറ്റ തവണയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റീവർക്ക് ചെയ്യേണ്ട ഒന്നാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരാഴ്ചത്തെ ഒരു അനാലിസിസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഒരു പേപ്പറിൽ എഴുതുകയാണെന്ന് കരുതുക. അപ്പോൾ അത് ക്ലയന്റുമായിട്ട് പിന്നെയും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പോരാ, കുറച്ചുകൂടെ കാര്യങ്ങൾ വേണമായിരുന്നു, കുറച്ചുകൂടെ കാര്യങ്ങൾ മിസ്സായി, അങ്ങനെ പറഞ്ഞ് നമ്മൾ ക്ലയന്റിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ക്ലയന്റ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ആ സ്റ്റെപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അവസാനിക്കുമ്പോൾ നമുക്ക് ക്ലയന്റിന് എക്സാക്ട്ലി എന്ത് വേണം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതാണ് റിക്വയർമെന്റ് അനാലിസിസ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിക്വയർമെന്റ് അനാലിസിസ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫേമിൽ തീർച്ചയായിട്ടും ഒരു അനലിസ്റ്റ് ഉണ്ടാകും. ഈ അനലിസ്റ്റ് ആണ് റിക്വയർമെന്റ് അനാലിസിസിന്റെ ലീഡ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത്. അനലിസ്റ്റ് മാത്രമല്ല, ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഒരു പ്രോഗ്രാമറും എല്ലാവരും ഇതിന്റെ പാർട്ടായെന്ന് വരുമെങ്കിലും അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് സാധാരണ റിക്വയർമെന്റ് അനാലിസിസിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും ഡിസ്കഷൻസ് നടക്കുന്നത്. അവിടെ ക്ലയന്റായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നാണ് ടെക്സ്റ്റ് ബുക്കുകൾ പറയാറ്. കാരണം ആളുകൾക്ക് വേണ്ട ഐഡിയാസ് നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ആയിരുന്നില്ല വേണ്ടതെന്ന് ക്ലയന്റ് പറയാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിക്വയർമെന്റ് അനാലിസിസ് നടത്തണം. റിക്വയർമെന്റ് അനാലിസിസിന് ശേഷം നമുക്ക് ഒരു റിസൾട്ടായിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാകും, റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻപുട്സ് നമ്മൾ മേടിക്കണം, എന്തൊക്കെ ഔട്ട്പുട്ടുകൾ അതിനുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെന്റിൻ്റെ അകത്ത് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഫേസിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ ഫേസ് ആണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്ത് വേണം എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ട്, ആ പ്രോബ്ലംസിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ വെച്ച് സോൾവ് ചെയ്യേണ്ടത്, അങ്ങനെ എന്ത് എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ റിക്വയർമെന്റ് അനാലിസിസിന് ശേഷം കിട്ടുന്നത്. എന്ത് വേണം എന്നുള്ളത്, അത് എങ്ങനെ വേണം എന്നുള്ളതാണ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് എനിക്കൊരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഇനി അത് എങ്ങനെ ചെയ്യും? അപ്പോൾ ഡിസൈൻ്റെ അകത്ത് നമ്മൾ ആദ്യം വേൾഡ് സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് സിസ്റ്റത്തിന് കൺസിഡർ ചെയ്തിട്ട്, ഇപ്പോൾ എനിക്കൊരു ഷോപ്പിന്റെ ഓട്ടോമേഷൻ ആണെങ്കിൽ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എൻ്റെ ഈ കംപ്ലീറ്റ് ഷോപ്പിന്റെ ഓട്ടോമേഷന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഷോപ്പ്. അതിലിങ്ങനെ കുറച്ച് പർച്ചേസിങ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കി കാണും. അതാണ് ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ. ഇപ്പോൾ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള വീടിന്റെ പ്ലാൻ, അതായത് മൊത്തം ഓവറോൾ വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഓരോ റൂമും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ അതാണ് ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് ഓവറോൾ ആയിട്ടുള്ള സിസ്റ്റം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ആർക്കിടെക്ചർ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ എന്തൊക്കെ മോഡ്യൂൾ ഉണ്ടെന്ന് തിരിക്കും. ഇപ്പോൾ നമ്മളൊരു വീടിന്റെ കേസ് പറഞ്ഞാൽ, ഒരു വീടിനെ മൊത്തത്തിൽ ഓവറോൾ പറഞ്ഞ ഒരു വീട് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ തിരിക്കുകയാണ്, അതിൽ ലിവിംഗ് റൂം ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കിച്ചൺ ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വലിയ സിസ്റ്റത്തിനെ, ഇപ്പോൾ ഒരു വലിയ ഷോപ്പിന്റെ സിസ്റ്റം ആണെങ്കിൽ അതിന് പിന്നെയും തിരിക്കുകയാണ്. അതിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു സബ് മൊഡ്യൂളാണ്.
അല്ലെങ്കിൽ അതിൽ സെയിൽസ് ഒരു മൊഡ്യൂളാണ്, അതിൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ അത് വേറൊരു മൊഡ്യൂളാണ്. അങ്ങനെ ആ വലിയ സിസ്റ്റത്തിന് നമ്മൾ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ റിലേഷൻസ് പഠിക്കും. റിലേഷൻഷിപ്സ് ഉണ്ടാവും. അതായത് ഒരു മൊഡ്യൂളും മറ്റൊരു മൊഡ്യൂളുമായിട്ട് റിലേഷൻ ഉണ്ടാവും. ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു മൊഡ്യൂളും സെയിൽ ചെയ്യുന്ന ഒരു മൊഡ്യൂളും നമ്മളൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ മൊഡ്യൂളുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ഡിസൈനിലേക്ക് പോകും. പിന്നെ നമ്മൾ ഓരോ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് നമ്മൾ ആദ്യം വീട്ടിലെ ഓരോ മുറികളും കാര്യങ്ങളൊക്കെ തിരിച്ചു. പിന്നെ നമ്മൾ ഒരു മുറി കോൺസെൻട്രേറ്റ് ചെയ്യും. എനിക്ക് ലിവിംഗ് റൂം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ലിവിംഗ് റൂമിൻ്റെ അകത്ത് എന്തൊക്കെ വേണം, ലിവിംഗ് റൂം എങ്ങനെയായിരിക്കണം, ലിവിംഗ് റൂമിൻ്റെ ഇന്റീരിയർ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ മറ്റേ കിച്ചൺ എങ്ങനെയായിരിക്കണം, കിച്ചൻ്റെ കാര്യങ്ങൾ മാത്രം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യും. അതാണ് ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന്റെ കേസിലാണെങ്കിൽ ഓരോ സിസ്റ്റം എങ്ങനെ ഇരിക്കണം, അതിന്റെ അകത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പർച്ചേസിന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. പർച്ചേസിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ ഫോമുകൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, അത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇരിക്കണം, അതിന് വേണ്ട ഫോമുകൾ എന്തൊക്കെയായിരിക്കണം, ഏതൊക്കെ റിസൾട്ടുകൾ നമുക്ക് ആ പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കണം, ഗവൺമെന്റിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഡോക്യുമെന്റ് കാണിക്കേണ്ടി വരുമോ, അതെങ്ങനെ ഇരിക്കണം. അങ്ങനെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും ആ ഒരു സബ് മൊഡ്യൂളിൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ഡിസൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നത്. അതായത് നമ്മുടെ അനാലിസിസിനെ ബേസ് ചെയ്തായിരിക്കും ഡിസൈൻ. എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അനാലിസിസിൽ കിട്ടി, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ്റെ അകത്ത് കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോഡിംഗ് ആണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഡിസൈൻ ബേസ് ചെയ്ത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. സോഫ്റ്റ്വെയറിന്റെ ആക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്ന കോഡിംഗ് വഴിയാണ്. നമ്മുടെ റിക്വയർമെന്റിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ പിക്ക് ചെയ്യും. എല്ലാ ലാംഗ്വേജും എല്ലാ റിക്വയർമെന്റിനും സ്യൂട്ട് ആയിരിക്കില്ല. അപ്പോൾ ആ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ലാംഗ്വേജ് പിക്ക് ചെയ്യും. ഇപ്പോൾ വലിയ സെക്യൂരിറ്റി വേണ്ട ഒരു സൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പണം കുറച്ച് ചിലവാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകളിലേക്ക് പോകും. അതായത് PHP പൈത്തണോ ഒക്കെ പോലുള്ള പ്രൊജക്റ്റിലേക്ക് പോകും. അതല്ല നമുക്ക് എക്സ്പെൻസ് മുടക്കാന്നുണ്ടെങ്കിൽ നമുക്ക് .NET ടെക്നോളജീസ് യൂസ് ചെയ്യാം. .NET ടെക്നോളജീസ് ഒന്നും ഫ്രീ അല്ല. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റിന് സ്യൂട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ പിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കോഡിംഗ് ആണ്. കോഡിംഗ് ചെയ്യുമ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യും. ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ടാവും, ഒരു ടീം ലീഡേഴ്സ് ഉണ്ടാവും, പല ടീം ലീഡേഴ്സ് ഉണ്ടാവും. ടീം ലീഡേഴ്സിന്റെ കീഴിൽ പല ഡെവലപ്പേഴ്സ് ഉണ്ടാവും. ഈ പ്രൊജക്റ്റിനെ തന്നെ നമ്മൾ പല മൊഡ്യൂളായിട്ട് തിരിക്കും. ഓരോ മൊഡ്യൂൾ ഓരോരുത്തരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കോഡിങ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ആക്ച്വൽ കോഡാണ് സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത്. സോ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഡിങ്ങിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസസ് അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ ഓരോ കമ്പനി ടു കമ്പനി മാറിക്കൊണ്ടിരിക്കും. അത് കൂടാതെ തന്നെ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടാവും. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലുള്ള നല്ല പ്രാക്ടീസസ് ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് ഒരു പ്രോപ്പർ കോഡിങ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോഡിങ്ങിന് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും നമ്മൾ കോഡ് ചെയ്ത് പോകുന്നത്. കോഡിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. നാച്ചുറലി നമ്മൾ കോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ബഗ്ഗുകൾ ഉണ്ടാവും. ചെറുതും വലുതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. എത്ര വലിയ സിസ്റ്റം നമ്മൾ എടുത്താലും അതിൻ്റെ അകത്തൊക്കെ ചെറുതും വലുതായിട്ടുള്ള ബഗ്സ് ഉണ്ടാവും. ഈ ബഗ്ഗുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ട് നമ്മൾ ടെസ്റ്റിങ്ങിനെ പല പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ സിസ്റ്റത്തിനെ ഒന്ന് ഓവറോൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഏരിയ തിരിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൊജക്റ്റിനെ, ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിനെ നമ്മൾ 10 ടാസ്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോഗിൻ ഫോം ഉണ്ട്, അത് ഒരാൾ ചെയ്യണം. അല്ലെങ്കിൽ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജ്, പാസ്വേഡ് മാറ്റുന്ന ഒരു പേജ്, ഇതൊക്കെ ഓരോ കുഞ്ഞു സിസ്റ്റംസ് ആയിട്ട് കുഞ്ഞു ടാസ്കുകളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ലോഗിൻ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലോഗിൻ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി മാത്രം ടെസ്റ്റ് ചെയ്യും. അത് അതിൻ്റെ അകത്തൊരു ഫംഗ്ഷനാലിറ്റിയാണ്. ആ ലോഗിൻ കറക്റ്റ് ആണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. വേറൊരാൾ ചെക്ക് ചെയ്യുന്നത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും. വേറൊരാൾ ചെക്ക് ചെയ്യുന്നത് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന ഭാഗമായിരിക്കും. അങ്ങനെ ഓരോ കുഞ്ഞു യൂണിറ്റ്സും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യും. ഇങ്ങനെ കുഞ്ഞു യൂണിറ്റ്സ് ചേർന്നാണല്ലോ സിസ്റ്റം. ഇപ്പോൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. യൂസർ ക്രിയേറ്റ് ചെയ്ത് ഉടനെ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ അകത്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാരണം യൂസറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ ലോഗിൻ മാത്രമേ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് രണ്ടോളം ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയുണ്ടെന്നാണ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് വരുന്നത്. അടുത്തതാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്തോരം ടെസ്റ്റ് ചെയ്താലും അവസാനം ഇത് ഉപയോഗിക്കുന്ന ആൾ ക്ലയൻ്റാണ്. അപ്പോൾ ഈ ക്ലയൻറ്റിന് ഇത് കൊടുക്കുമ്പം ക്ലയൻറ്റിന് ഇത് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് വെറുതെ ആയിരിക്കും. അപ്പോൾ ഇത് ക്ലയൻറ്റിന് കൊടുക്കുന്ന, ക്ലയൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റിംഗ് ആണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലയൻറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്.
ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്യല്ല, നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. റിക്വയർമെന്റിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പ്രിന്റ് ഫോമിൽ ഇന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ എന്താ ടെസ്റ്റ് ചെയ്യുക? ഞാൻ ചെയ്ത പ്രിന്റിന്റെ പേജിൽ ഈ പറയുന്ന റിക്വയർമെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിന്റിന്റെ പേജിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് സക്സസ് ആണ്, അല്ലെങ്കിൽ അത് ഫെയിൽ ആണ്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഇഷ്ടത്തിനോ ഉള്ള കാര്യങ്ങളല്ല ചെക്ക് ചെയ്യുന്നത്, മറിച്ച് റിക്വയർമെന്റ് ഡോക്യുമെന്റ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അകത്തുണ്ടോ? അതാണ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബഗ്ഗുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ബഗ്ഗുകൾ ഫിക്സ് ചെയ്ത് മാക്സിമം എറർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ റിലീസ് ചെയ്യുന്നത്. പിന്നെയും അതിൻ്റെ അകത്ത് എറേഴ്സ് ഉണ്ടാവും, കാരണം 100% എറർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ഓരോ വീക്കിലും പിന്നെയും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിംഗ് നടത്തി അതിന് കൂടുതൽ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ഇതെടുത്താലും, ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്താൽ അതിൻ്റെ അകത്തുകൊണ്ട് ബഗ്, അതിനൊക്കെ ബഗ് കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് പ്രൈസും ഉണ്ട്. കാരണം അവർ ഒരു ലെവൽ ബഗ്ഗുകളൊക്കെ കണ്ടുപിടിച്ചു, എന്നാലും കണ്ടുപിടിക്കപ്പെടാത്ത പല സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ബഗ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബഗ് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് പിന്നീട് കുറേ ഫേസുകളുണ്ട്, അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ വരുന്ന കാര്യമാണ് യൂസറെ ട്രെയിൻ ചെയ്യിക്കേണ്ട കാര്യമുണ്ട്. കാരണം യൂസർ ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരാളാണ്. ചിലപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ ആദ്യമായിട്ടായിരിക്കും യൂസ് ചെയ്യുന്ന ഈ ഒരു വ്യക്തി, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ആ വ്യക്തിയെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക, ഈ സോഫ്റ്റ്വെയർ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക, പിന്നെ വരുന്ന അപ്ഡേഷൻസ് ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ക്ലയന്റ് ഒരു ചേഞ്ച് പറഞ്ഞു, ഒരു ബിസിനസ് ലോജിക്കിൽ ഒരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ GST വന്നപ്പോൾ GSTയുടെ ഫീച്ചർ കൂടെ ഈ സോഫ്റ്റ്വെയറിൽ ഇട്ട് തരാൻ പറഞ്ഞു. പിന്നീട് ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിനൊക്കെ ഈ പ്രൊസീജിയർ പിന്നെയും വരും. ചേഞ്ച് വരുമ്പോൾ എന്താ, അതിന് പിന്നെയും എന്തൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് റിക്വയർമെന്റ് അനാലിസിസ് പിന്നെയും തുടങ്ങും. അതിന് പിന്നെയും കോഡിങ് വരും, പിന്നെ ഡിസൈൻ വരും, പിന്നെയും കോഡിങ് വരും, പിന്നെ ടെസ്റ്റിംഗ് വരും. അങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ സ്റ്റെപ്പുകളാണ് റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ്റെ അകത്ത് തന്നെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ആർക്കിടെക്ചർ ഡിസൈൻ, 2 ഹൈ ലെവൽ ഡിസൈൻ, 3 ഡീറ്റെയിൽഡ് ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ കോഡിംഗ് ആണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റിംഗ് ആണുള്ളത്. ഈ 4 സ്റ്റെപ്പുകളാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വർക്ക് ഫ്ലോയുടെ അകത്തുള്ളത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഒത്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.